ഇവിടെ നമുക്ക് ആദ്യം 24 തന്നിട്ടുണ്ട്, പിന്നെ 2 റൗണ്ടുകൾ എടുത്ത് തന്നിട്ടുണ്ട്. 4ാമത്തെ പൊസിഷനിലെ 42 എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. അപ്പോൾ 1ാമത്തെ പൊസിഷനിലെ 24 ആണ്. സെക്കൻഡും തേർഡും കണ്ടുപിടിക്കണം. അപ്പോൾ 4th ടൈം എന്ന് പറയുന്നത് 42 ആണ്. അപ്പോൾ നമുക്ക് എഴുതാം ഫസ്റ്റ് ടൈം x1 എന്ന് പറയുന്നത് എത്രയാണ്? 24 ആണ്. അതുപോലെ എത്രാമത്തെ ടൈമാണ് തന്നിട്ടുള്ളത്? 4ാമത്തെ ടൈമാണ്. 4th ടൈം x4 ഈക്വൽ ടു എത്രയെന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്? 42 എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. ഇവിടെ നമ്മൾ യൂസ് ചെയ്യേണ്ടത് ഏത് ഇക്വേഷനാണ്? അടുത്തടുത്ത ടൈമുകൾ അല്ലാത്തത് കാരണം കോമൺ ഡിഫറൻസ് d ഈക്വൽ ടു ടൈം ഡിഫറൻസ് ഡിവൈഡഡ് ബൈ പൊസിഷൻ ഡിഫറൻസ് എന്ന് പറയുന്ന ഇക്വേഷനാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടുത്തെ ടൈം ഡിഫറൻസ്, അപ്പോൾ വലിയ ടൈം ഏതാണ്? 4th പൊസിഷനിലുള്ളതാണ് വലിയ ടൈം. അതാണെങ്കിൽ 42 ആണ്. മൈനസ് ഫസ്റ്റ് പൊസിഷനിലുള്ളത് എത്രയാണ്? 24 ആണ്. ഡിവൈഡഡ് ബൈ പൊസിഷൻ ഡിഫറൻസ് ഏതാണ്? 4ഉം 1ഉം ആണ് പൊസിഷനുകൾ. അപ്പോൾ അങ്ങനെ എഴുതണം 4 മൈനസ് 1 എന്ന് വേണം എഴുതാൻ വേണ്ടിയിട്ട്. ഓക്കെ, മൈനസ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 18 എന്ന്. 18 ഡിവൈഡഡ് ബൈ 4 മൈനസ് 1 എത്രയാണ്? 3 ആണ്. ഈക്വൽ ടു 18 ഡിവൈഡഡ് ബൈ 3 എത്രയാണ്? 6 ആണ്. അപ്പോൾ നമ്മുടെ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് എത്ര കിട്ടി? 6 ആണ് കിട്ടിയത്. ഇനി കോമൺ ഡിഫറൻസ് കിട്ടി കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് ടൈം ഉണ്ട്, സെക്കൻഡ് ടൈം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം? കോമൺ ഡിഫറൻസ് ഒരു പ്രാവശ്യം കൂട്ടുക. സെക്കൻഡ് ടൈം കിട്ടി കഴിഞ്ഞാൽ അവിടെ നിന്നും കോമൺ ഡിഫറൻസ് കൂട്ടിയാൽ നമുക്ക് എന്ത് കിട്ടും? തേർഡ് ടൈം കിട്ടും. അങ്ങനെയാണെങ്കിൽ സെക്കൻഡ് ടൈം x2 ഈക്വൽ ടു x1ന്റെ കൂടെ കോമൺ ഡിഫറൻസ് എന്ത് ചെയ്യുക? ആഡ് ചെയ്യുക. x1 എന്ന് പറയുന്നത് എത്രയാണ്? x1 എന്ന് പറയുന്നത് 24 ആണ്. കോമൺ ഡിഫറൻസ് നമുക്ക് എത്ര കിട്ടി? 6 കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ 6 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 30 എന്ന് കിട്ടും. ഓക്കെ, നമുക്ക് സെക്കൻഡ് ടൈം കിട്ടി കഴിഞ്ഞു. സെക്കൻഡ് ടൈം കിട്ടിയാൽ തേർഡ് ടൈം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ കൂടെയും എന്താ ആഡ് ചെയ്യുക? കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുക. തേർഡ് ടൈം x3 ഈക്വൽ ടു x2ന്റെ കൂടെ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുക. നമുക്ക് x2 എത്ര കിട്ടിയിട്ടുണ്ടായിരുന്നു? x2 എന്ന് പറയുന്നതാണ് 30. 30യുടെ കൂടെ കോമൺ ഡിഫറൻസ് ആയ 6 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? തേർഡ് ടൈം എന്ന് പറയുന്നത് 36 എന്ന് കിട്ടും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് സീക്വൻസ് എങ്ങനെ എഴുതാം? സീക്വൻസ് എന്ന് പറയുന്നത് ഫസ്റ്റ് ടൈം എത്രയായിരുന്നു? ഫസ്റ്റ് ടൈം 24 ആയിരുന്നു. നമുക്ക് സെക്കൻഡ് ടൈം എത്ര കിട്ടി? 30 കിട്ടി. തേർഡ് ടൈം 36 കിട്ടി. ഫോർത്ത് ടൈം എത്രയാണ്? 42 എന്ന്. ഇങ്ങനെ പറയുന്ന സീക്വൻസ് ആണ് നമുക്ക് ഇതിനകത്ത് കിട്ടുന്നത്.